വിശ്വാസികളെ, പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 46 ഉള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഹൃദയസത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. മരണം അവസാനമല്ല എന്നും ക്രിസ്തുവിൽ ജീവൻ തുടരുന്നുമെന്നുമുള്ള വലിയ സാക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലാസർ എന്ന സുഹൃത്ത് മരിച്ചുവെന്ന് യേശു അറിയുന്നു. 4 ദിവസം കല്ലറയിൽ കിടന്ന ലാസറെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഈ സംഭവത്തിലൂടെ യേശു തൻ്റെ ദൈവിക അധികാരത്തെയാണ് വെളിപ്പെടുത്തുന്നത്. 6 ചിന്തകളുമായി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 1. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. വിശ്വാസത്തിൻ്റെ ഹൃദയം. മാർത്തയോട് യേശു പറയുന്നു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. അലക്സാണ്ട്രിയയിലെ പരിശുദ്ധനായ അത്താനാസ്യോസ് പിതാവ് ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നത്, ക്രിസ്തുവിൽ ജീവൻ തന്നെ അവസാനിക്കുന്നു. അവനോടുള്ള ഐക്യം മരണത്തെ ജയിക്കുന്നു എന്നാണ്. ക്രിസ്തു ജീവൻ്റെ ഉറവിടമാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉറപ്പാണ്. 2-ാമത്തെ ചിന്ത എന്നുള്ളത് യേശുവിൻ്റെ കരുണ. യേശു കരഞ്ഞു. വചനത്തിൽ പറയുന്നുണ്ട്, യേശു കണ്ണുനീർ വാർത്തു എന്ന്. ഇത് ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും മനോഹരമായ പ്രകടനമാണ്. ക്രിസ്തു കരഞ്ഞത് അവൻ്റെ മാനുഷികതയുടെ തെളിവും മനുഷ്യ വേദനയോടുള്ള സഹാനുഭൂതിയുമാണ് എന്ന് അലക്സാണ്ട്രിയയിലെ പരിശുദ്ധനായ സിറിൽ പറയുന്നുണ്ട്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പങ്കുചേരുന്നവനാണ് എന്നാണ് ഇതിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3-ാമത്തെ ചിന്ത എന്നുള്ളത് വിശ്വാസത്തിൻ്റെ പരീക്ഷണം, കല്ല് മാറ്റുക എന്ന്. യേശു അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ആ കല്ല് മാറ്റുക എന്ന്. മാർത്ത അപ്പോൾ പറഞ്ഞു, പിതാവേ, 4 ദിവസമായി കാണും, ശരീരം അഴുകിക്കാണും, ഇപ്പോൾ ദുർഗന്ധവും ഉണ്ടാകുമെന്ന്. ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ മനുഷ്യനിൽ നിന്ന് വിശ്വാസത്തിൻ്റെ പങ്ക് ആവശ്യപ്പെടുന്നുവെന്ന് സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം പറയുന്നുണ്ട്. ദൈവം പ്രവർത്തിക്കുവാൻ നാം വിശ്വസ്തയോടെ സഹകരിക്കണം. വിശ്വാസവും സമർപ്പണവുമുള്ള ജീവിതത്തിലും ഹൃദയത്തിലും മാത്രമാണ് ദൈവികമാവുന്ന അത്ഭുതങ്ങളും പരിവർത്തനങ്ങളും നടമാടുക. 4-ാമത്തെ ചിന്ത എന്നുള്ളത് ദൈവത്തിൻ്റെ മഹത്വം പ്രാർത്ഥനയുടെ സാക്ഷ്യം ആണ്. യേശു പ്രാർത്ഥിച്ചു, പിതാവേ, നീ എന്നെ കേട്ടിരിക്കുന്നു. ലാസറേ, ലാസറേ, നീ പുറത്തു വരിക എന്ന്. ഇത് ജനങ്ങൾക്കായി പറഞ്ഞ ഒരു പ്രാർത്ഥന കൂടിയാണ്. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന മാതൃകയാണ് എന്ന് ഇതിൽ കൂടി നാസിയാൻസിലെ പരിശുദ്ധനായ ഗ്രിഗോറിയോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. 5. ലാസറേ, പുറത്തേക്ക് വരിക എന്ന ജീവൻ്റെ വിളി. യേശു ഉച്ചത്തിൽ വിളിക്കുന്നു, ലാസറേ, നീ പുറത്തേക്ക് വരിക. അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ മരിച്ചവൻ എഴുന്നേറ്റ് പുറത്തെത്തി. ക്രിസ്തുവിൻ്റെ ശബ്ദം മരിച്ചവർക്കും ജീവൻ നൽകുന്ന ശക്തിയാണെന്ന് പരിശുദ്ധനായ എഫ്രൈം ദ സിറിയൻ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം മരണത്തിന്മേലും അധികാരം പുലർത്തുന്നുവെന്ന് ഈ വാക്യം ഒരു വലിയ സാക്ഷ്യമായി കാണാൻ സാധിക്കുന്നു. 6-ാമത്തെ ചിന്ത എന്നുള്ളത് ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. യേശു പറയുകയാണ്, അവനെ അഴിച്ചു വിടുക. ക്രിസ്തു ജീവൻ നൽകുന്നതിനോടൊപ്പം മനുഷ്യനെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വലിയമാർ ബസേലിയോസ് പറയുന്നുണ്ട്. ക്രിസ്തു നമ്മെ പാപബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് ഉത്താത്ത സാക്ഷ്യമാണിത്. 6 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ക്രിസ്തു പുനരുദ്ധാനവും ജീവനുമാകുന്നു. ദൈവം നമ്മുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്നു. വിശ്വാസം ദൈവപ്രവർത്തനത്തിന് വഴിയൊരുക്കുന്നു. പ്രാർത്ഥന ദൈവമഹത്വം വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ വചനം ജീവൻ നൽകുന്നു. അവസാനമായി അവൻ നമ്മെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. കർത്താവിൽ ഏറ്റവും വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് ക്രിസ്തു നമ്മളെ വിളിക്കുകയാണ്, പുറത്തേക്ക് വരിക. പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്നും, നിരാശയിൽ നിന്നും, പ്രത്യാശയില്ലാത്ത ജീവിതത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, അഹന്തകളിൽ നിന്നും, അസൂയയിൽ നിന്നും, തന്നിഷ്ടത്തിൽ നിന്നും, ധാർഷ്ട്യത്തിൽ നിന്നും, ഞാനെന്ന വിരളിയിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരാം. ക്രിസ്തുവിൽ നമുക്ക് പുതിയ ജീവൻ ലഭ്യമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.